ജി വേണുഗോപാലിന്റെ വ്യാജ മരണ വാർത്ത അതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഞാൻ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. തന്റെ വ്യാജ മരണ വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്ന് വേണുഗോപാൽ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഒപ്പം 1 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ താൻ മരിക്കുന്നതെന്നും വേണുഗോപാൽ പറയുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, കശ്മീരിലെ മഞ്ഞ് കുടുംബസമേതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് വേണുഗോപാൽ. ആ സമയത്താണ് ഇങ്ങനെ വ്യാജ വാർത്ത വരുന്നത്. പക്ഷേ ഇത് എവിടെയാണ് വന്നത്? ആരാണ് ഇതൊക്കെ ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിച്ചത്? ആര്യ, സമൂഹ മാധ്യമങ്ങളിലെ പല അക്കൗണ്ടുകളിലൂടെയും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ മരിച്ചിട്ടില്ല എന്ന് താൻ തന്നെ പറഞ്ഞറിയിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല ഇത്തരത്തിലുള്ള പ്രമുഖ നടന്മാരുടെയും അതുപോലെ തന്നെ പ്രമുഖ സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ വ്യാജ വാർത്തകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഇതിപ്പോൾ ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ഇദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ മരിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു 10 മാസം മുൻപ്, കഴിഞ്ഞ വർഷം ഒരു 10 മാസം മുമ്പും ഇത്തരത്തിലുള്ളൊരു വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെ മൊത്തം ഇപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് ജി വേണുഗോപാൽ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഈ ഒരു വാർത്ത വ്യാജമാണ് എന്നുള്ള കാര്യം പങ്കുവെക്കേണ്ട ഒരു ദുരവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഈ കുടുംബസമേതം ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ശ്രീനഗറിലാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, പഴയ സ്കൂളിലൊക്കെ പഠിച്ച കൂട്ടുകാർ ഇദ്ദേഹത്തിന് ഈ പോസ്റ്റ് അയച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളൊരു തമാശ രൂപേണ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും ഇത് തമാശയായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാരണം ഇത്തരത്തിൽ ഒരാളെ വീണ്ടും അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്, ഇത് കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. ഇദ്ദേഹം ശരിക്കും മരിച്ചു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കും. ഈ പോസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അർബുദം ബാധിച്ചു മരിച്ചു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഈ യൂട്യൂബിലൊക്കെ കിടക്കുന്ന മറ്റ് ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 3ാമത്തെ തവണയാണ് ഇദ്ദേഹത്തിന് അർബുദം വരുന്നത്. 3ാമത്തെ തവണ അർബുദം വന്നപ്പോൾ ഇദ്ദേഹം മരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അതത്ര തമാശ. ഇപ്പൊ അദ്ദേഹം അതിനെ ഒരു പരിഹാസത്തോടു കൂടി കാണുന്നുണ്ട്. അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് വാർത്താ സമ്മേളനം നടത്തണോ എന്നൊക്കെ നിങ്ങൾ ഉപദേശിക്കുമെന്ന് വേണുഗോപാൽ എഴുതുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകുന്നത്. ഇത് പങ്കുവയ്ക്കുക, അദ്ദേഹം തമാശയോട് പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോഴും 2ാമത്തെ തവണയാണ് 10 മാസത്തിനിടെ അർബുദം കവർന്നെടുത്തു കണ്ണീരോടെ ജി വേണുഗോപാലിന്റെ കുടുംബം, മരണം കീഴടക്കി കണ്ണീരായി ഗായകൻ ജി വേണുഗോപാൽ. ഈ തരത്തിലൊക്കെയാണ് വാർത്ത പ്രചരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. കുറേ കാലം ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് കോൺഫിഡൻസോട് കൂടി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിക്കൊപ്പം കശ്മീരിലാണെങ്കിൽ ഇപ്പോൾ മഞ്ഞുകാലമാണ്, അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വ്യാജ വാർത്തകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം തന്നെ ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് ഞാൻ വാർത്താ സമ്മേളനം മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പത്രസമ്മേളനം നടത്തേണ്ടി വരും. താഴെയുള്ള കമന്റുകളൊക്കെ രസമാണ്. ഈസ്റ്റർ ആണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു 3ാം തവണ കമന്റുകളൊക്കെ കാണുന്നുണ്ട്.